ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആശ ആഴ്ചയിലെ സുപ്രധാന ദിവസമായ പെസഹ വ്യാഴമാണല്ലോ ഇന്ന്. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവങ്ങളെ ഓർക്കുന്നതാണ് പെസഹ പെരുന്നാൾ. നീസാൻ മാസം 14-ാം തീയതി പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന പെരുന്നാളാണ്. ഓരോ കുടുംബവും അവരുടെ ആൾബലമനുസരിച്ച് ഒരു ചെമ്മരിയാടിനെയോ കോലാടിനെയോ തിരഞ്ഞെടുത്ത് അതിനെ അറുത്ത് പെസഹ പെരുന്നാൾ ആഘോഷിക്കുന്നു. നമ്മെ സംബന്ധിച്ച് നമ്മുടെ കർത്താവ് പെസഹ പെരുന്നാൾ ആഘോഷിച്ചതിൻ്റെ ഓർമ്മയാണ്. തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപുള്ള ആ സംഭവം രാത്രിയിൽ അപ്പമെടുത്ത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്ത് ഇതെൻ്റെ ശരീരമെന്നും പാനപാത്രം എടുത്ത് വാഴ്ത്തി പുതിയ നിയമത്തിനായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തമെന്നും കർത്താവ് അരുളി ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ രക്ഷയുടെ നിദാനമായി ഈ പെരുന്നാളിനെ നാം കാണേണ്ടതായിട്ടുണ്ട്. അയോഗ്യമായി ആരെങ്കിലും അപ്പം ഭക്ഷിക്കുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ അവരൊക്കെയും ശിക്ഷാർഹരായിത്തീരും എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം വിശുദ്ധ കുമ്പസാരം നടത്തി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആ പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. രക്ഷയുടെ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്കെല്ലാം ഇടയാക്കുകയും ചെയ്യട്ടെ.